വൈബ് താനാളൂർ ജനശ്രദ്ധ നേടി കൃഷി സമൃദ്ധി പരിപാടികൾ 300-ലേറെ കർഷകരാണ് കൃഷി സമൃദ്ധിയിൽ പങ്കെടുത്തത്. കർഷകർക്ക് പച്ചക്കറി തൈകളും വിത്തും വിതരണം ചെയ്തു. വിതരണത്തിന്റെ ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബാബു ഷക്കീർ പി നിർവഹിച്ചു. താനാളൂർ കാർണിവലിൽ 300-ലേറെ കർഷകർ പങ്കെടുത്ത കൃഷി സമൃദ്ധി പരിപാടികൾ ശ്രദ്ധേയമായി. മഴക്കാല പച്ചക്കറി കൃഷി സംബന്ധിച്ച് ബിസി അഖിൽ രാജ ക്ലാസ് എടുത്തു. കർഷകർക്ക് പച്ചക്കറി തൈകളും വിത്തും വിതരണം ചെയ്തു. വിതരണത്തിലെ ഉദ്ഘാടനം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ബാബു ഷക്കീർ നിർവഹിച്ചു. കൃഷി ഓഫീസർ ഡോക്ടർ ശില്പ സ്വാഗതവും ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. പ്രദർശനത്തിലെ ചക്ക ബിരിയാണി അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകളും മറ്റ് ഭക്ഷ്യോൽപ്പന്ന സ്റ്റാളുകളും ജനശ്രദ്ധ നേടി. ശ്രീമതി റാബിയയുടെ സ്റ്റാളിലാണ് ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത്. റാബിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ FSSAI ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് പാക്കിങ്ങിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റാബിയയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ നെൽകൃഷിയിൽ രക്തശാലി കഴിഞ്ഞ വർഷം ഒരു 45 സെൻറ്റ് സ്ഥലത്ത് രക്തശാലി അതിൻ്റെ തനതായ വിത്തുകൾ സംഘടിപ്പിച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. അത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തത്. ഓമച്ചപ്പുഴയിൽ സ്വന്തമായി കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിച്ച നെല്ലിനങ്ങൾ, അതിൽ പുഴുക്കലരിയാണ് ഇത്. തവിട് കളയാത്ത 100% തവിട് നിർത്തിക്കൊണ്ടുള്ള പുഴുക്കലരി, നാടൻ ഞവര അരി, തവിട് കളയാത്ത അരി, ഉണക്കലരി, ഇത് പലഹാരങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. അനിത കെ അവരാണ് ഇതിൻ്റെ സംഘാടക, അവരാണ് ഇതിൻ്റെ സംരംഭക. അവർ 10-12 വർഷത്തോളമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ കുടുംബശ്രീയുടെ ചെയർപേഴ്സണായിരുന്നു. ആ ചെയർപേഴ്സൺ സ്ഥാനം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ഏതാണ്ട് 10-80ഓളം പ്രൊഡക്റ്റുകളാണ് ഞങ്ങൾ ഇവിടെ മാർക്കറ്റ് ചെയ്യുന്നത്. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 5 സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത്. സമാപന ദിവസമായ 27-ന് വിദ്യാഭ്യാസ പരിപാടികളാണ് കാർണിവലിൽ ഉണ്ടാകുക. സ്കൂൾ കുട്ടികളുടെ അവതരണം രാവിലെ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് SSLC+2 വിജയികൾക്കുള്ള കരിയർ ഗൈഡൻസ് ക്ലാസും അനുമോദനവും നടക്കും. വിമുക്തി ജില്ലാ കോർഡിനേറ്റർ ബിഹാരികുമാർ ക്ലാസ് എടുക്കും. വൈകിട്ട് 5-ന് സമാപന സമ്മേളനവും സമ്മാനദാനങ്ങളും നടക്കും. തുടർന്ന് നവചേതന പാണ്ടിക്കാട് അവതരിപ്പിക്കുന്ന നാടൻ പാട്ടുകൾ അവതരിപ്പിക്കും.